ഹായ് ഫ്രണ്ട്സ്, പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് ആന്റി ടാർണിഷ് ജ്വല്ലറിയുടെ വീഡിയോ. അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ കാണിക്കുന്നത് മാലകളുണ്ട്. അത് സിമ്പിളായിട്ടും, അതായത് 1 ലെയറിൽ വരുന്നുണ്ട്, ഡബിൾ ലെയറിൽ വരുന്നുണ്ട്, ത്രിബിൾ ലെയറിൽ വരുന്നുണ്ട്. പക്ഷേ ത്രിബിൾ ലെയർ ആണെന്ന് വെച്ചാൽ ഒത്തിരി ഹെവി ഒന്നുമല്ല, ലൈറ്റ് മോഡൽസ് ആണ് ഇന്ന് കാണിക്കുന്നതെല്ലാം. അതേപോലെ തന്നെ ബാംഗിൾസ് കാണിക്കുന്നുണ്ട്, പിന്നെ മാലകൾക്ക് ചേരുന്ന കമ്മലുകൾ കാണിക്കുന്നുണ്ട്. അത്ര ഐറ്റമാണ് ഇന്നത്തെ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. അപ്പോൾ നമ്മുടെ ജ്വല്ലറി എല്ലാം സ്റ്റെയിൻലെസ് സ്റ്റീൽ ആന്റി ടാർണിഷ് ജ്വല്ലറിയാണ്. സ്റ്റെയിൻലെസ് സ്റ്റീലിൽ 18K യെല്ലോ ഗോൾഡ് പ്ലേറ്റ് ചെയ്തു വരുന്ന ജ്വല്ലറിയാണിത്. അതുകൊണ്ട് തന്നെ ഇത് ഡെയിലി യൂസ് ചെയ്യാം. ഹൈപ്പോ അലർജിക് ആണ്, വാട്ടർ റെസിസ്റ്റന്റ് ആണ്. നമ്മുടെ ജ്വല്ലറി എല്ലാം ഓൾ കേരള ഫ്രീ ഷിപ്പിംഗ് ആയിരിക്കും. ഓൾ ഇന്ത്യ ഷിപ്പിംഗ് അവൈലബിൾ ആണ്. നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്ന ജ്വല്ലറിയുടെ ഫോട്ടോ എടുത്ത് സ്ക്രീൻഷോട്ട് എടുത്തിട്ട് ഇതിൽ തന്നിരിക്കുന്ന വാട്സാപ്പ് നമ്പറിലേക്ക് മെസ്സേജ് അയച്ചാൽ മതി. അതുപോലെ തന്നെ ഒരു കാര്യം പറയാനുള്ളത്, ഇപ്പം നമ്മുടെ ഓൾമോസ്റ്റ് പാക്കിംഗ് എല്ലാം കഴിഞ്ഞിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഞാൻ പാക്കിംഗ് കഴിഞ്ഞതെല്ലാം വാട്സാപ്പിൽ എല്ലാവർക്കും ഫോട്ടോ ഇട്ടിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾ ആ ഫോട്ടോ ഇടുമ്പം ജസ്റ്റ് ഒന്ന് വാച്ച് ചെയ്യണം കേട്ടോ. ഞാൻ എഴുതിയിരിക്കുന്ന അഡ്രസ്സും ഫോൺ നമ്പറും ഒക്കെ കറക്റ്റ് ആണോന്നേ. കാരണം പെട്ടെന്ന് ചെയ്യുമ്പോൾ ചിലപ്പം ഫോൺ നമ്പറൊക്കെ മിസ്റ്റേക്ക് വരാം, ചിലപ്പോൾ ഒരു ഡിജിറ്റ് കുറഞ്ഞു പോകാം, അല്ലെ കൂടിപ്പോകാം, അല്ലെ മാറിപ്പോകാം, അങ്ങനെയൊക്കെ തെറ്റുകൾ സംഭവിക്കാം. അപ്പം നിങ്ങളതൊന്ന് കറക്റ്റ് ചെയ്ത് പറയാനും കൂടി വേണ്ടിയിട്ടാണ് ഞാൻ അങ്ങനെ ആ പാക്ക് ചെയ്ത അഡ്രസ്സും കാര്യങ്ങളും ഒക്കെ നിങ്ങൾക്ക് ഫോട്ടോ ഇട്ട് തരുന്നത്. അപ്പോൾ പലരും അത് ശ്രദ്ധിക്കാറില്ല, ഓക്കെ ഒക്കെ പറയും. അപ്പോൾ ഇത്തിരി മുമ്പ് കൂടെ എന്നെ കൊറിയർ ഓഫീസിൽ നിന്ന് വിളിച്ചു. ഒരാളുടെ നമ്പർ തെറ്റിയിട്ടുണ്ടായിരുന്നു, ഒരു ഡിജിറ്റ് കുറവായിരുന്നു. പക്ഷെ ഞാൻ നോക്കിയപ്പം ആ ആള് എനിക്ക് ഓക്കെ ഒക്കെ പറഞ്ഞ് മെസ്സേജ് ഇട്ടിട്ടുണ്ട്. അപ്പോൾ നിങ്ങളത് ശ്രദ്ധിക്കുന്നില്ല എന്നുള്ളതാണ്. അപ്പോൾ അങ്ങനെ ഇട്ട് തരുമ്പോൾ നിങ്ങൾ അതൊന്ന് ശ്രദ്ധിക്കുക കേട്ടോ. അഡ്രസ്സൊക്കെ കറക്റ്റ് ആണോ എന്നോ, അങ്ങനെ എന്തെങ്കിലും മാറ്റം വന്നിട്ടുണ്ടെങ്കിൽ പ്രോഡക്റ്റ് മിസ്സായി പോകാനുള്ള ചാൻസ് ഉണ്ട്. അപ്പോൾ അതൊന്ന് വാച്ച് ചെയ്യുക. അപ്പോൾ ഇന്ന് നമ്മുടെ ഫസ്റ്റ് പ്രോഡക്റ്റ് ഇതാണ്. ഒരു ത്രിബിൾ ലെയർ വരുന്ന ഒരു മാലയാണ് കാണിക്കുന്നത്. യെല്ലോ ഗോൾഡിലുള്ളതാണ്. അപ്പോൾ ഇതുണ്ട്, ത്രിബിൾ ലെയർ ആണെങ്കിലും ഒരുപാട് ഓളമൊന്നുമില്ല, സിമ്പിളാണ് കാണാനായിട്ട്. അപ്പോൾ ഇതിൽ വന്നിരിക്കുന്നത് ഒരെണ്ണം സ്നേക്ക് ചെയിൻ ആണ് വന്നിരിക്കുന്നത്, പിന്നെ ഒരെണ്ണം പരസ്പരം ചെയിന്, പിന്നെ ഒരെണ്ണം ഒരു സിമ്പിൾ ചെയിനാണ് വന്നിരിക്കുന്നത്. എന്നിട്ട് നല്ലൊരു ഫ്ലവർ പെൻഡൻ്റ് ഒക്കെ ആയിട്ട് നല്ല അടിപൊളി ഒരു മാലയാണ് വന്നിരിക്കുന്നത്. അപ്പോൾ ഇതിൽ വലുത് ചെറുത് അതിൻ്റെ ചെറുത് അങ്ങനെയാണ് വന്നിരിക്കുന്നത്. അപ്പോൾ നിങ്ങൾക്ക് ഒന്നുകിൽ ഇങ്ങനെ ഇത്തിരി 3 എണ്ണമായിട്ട് ഒരുമിച്ച് യൂസ് ചെയ്യാം. ഇനി അങ്ങനെയല്ല, ഡെയിലി യൂസിനൊക്കെ ആണെങ്കിൽ ബാക്കിൽ നിന്ന് നമുക്കിത് ഊരിയിട്ട് ഓരോ ചെയിനായിട്ടും യൂസ് ചെയ്യാനായിട്ട് പറ്റും. അപ്പോൾ അങ്ങനെ ഒരു ഓപ്ഷനും കൂടെ ഇങ്ങനത്തെ മാലകൾ മേടിച്ചാലുണ്ട്. കണ്ടോ, അതിൻ്റെ ഒരു ഫ്ലവർ ഡിസൈനൊക്കെ നോക്കിക്കുക, നല്ല രസമുള്ളൊരു ഫ്ലവർ പെൻഡൻ്റ് ഒക്കെയാണ് വന്നിരിക്കുന്നത്. അപ്പോൾ ഈ 3 ലെയർ വരുന്ന ഈ മാലയുടെ റേറ്റ് വരുന്നത് 590 രൂപയാണേ. ഇനി അടുത്ത് വരുന്നത് കണ്ടോ, സിമ്പിളാണ് പക്ഷെ ഭയങ്കര രസമുള്ള ഒരു മാലയാണ് കേട്ടോ. ഒരു നല്ല, അതിൻ്റെ പെൻഡൻറ്റ് കാണാൻ നല്ല ഭംഗിയുണ്ട്. അത് കണ്ടോ, ചെറിയ ഫ്ലവേഴ്സും അതിലേക്ക് വരുന്ന പോലെ, ബട്ടർഫ്ലൈ ആ ഫ്ലവേഴ്സിലേക്ക് വരുന്ന പോലെയുള്ള ഒരു ഡിസൈനാണ്. സെൻട്രലായിട്ട് ഒരു സ്റ്റോൺ പെൻഡൻറ്റും വന്നിട്ടുണ്ട്. അപ്പം അത്യാവശ്യം ലെങ്ത് ഉള്ള മാലയാണിത്. ബാക്ക് ചെയിനൊക്കെ അവൈലബിൾ ആണ്. ഈ ഒരു ബ്യൂട്ടിഫുൾ മാലയ്ക്ക് വരുന്നത് 500 രൂപ. അടുത്തത് ഡബിൾ ലെയറിൽ വരുന്ന ഒരു ക്യൂട്ടായിട്ടുള്ള ഒരു മാലയാണ് കേട്ടോ. അപ്പോൾ ഇതും നിങ്ങൾക്ക് വേണമെങ്കിൽ സെപ്പറേറ്റ് ചെയ്ത് 2 മാലയായിട്ട് യൂസ് ചെയ്യാം. ബാക്ക് ചെയിൻ അവൈലബിൾ ആണ്. അപ്പോൾ നല്ലൊരു പേളിൻ്റെ ഒരു പെൻഡൻ്റൊക്കെയാണ് വന്നിരിക്കുന്നത് കണ്ടോ. അപ്പോൾ ഈ ഒരു ഡബിൾ ചെയിൻ മാലയ്ക്ക് വരുന്ന റേറ്റ് 500 രൂപയാണേ. ഇത് സിമ്പിളായിട്ടുള്ള ഒരു കയർമാലയാണ്. അപ്പോൾ നമ്മൾ നേരത്തെ കാണിക്കുന്ന ആ കയർമാലയിൽ നിന്നും ഈ ഡിസൈന് കുറച്ചും കൂടെ ഒരു വ്യത്യാസമുണ്ട് കേട്ടോ. ഇതിന് കുറച്ചുകൂടെ ഒരു തിളക്കമൊക്കെ കൂടുതലുണ്ട്. മറ്റേ കയർമാലയെക്കാളും വണ്ണം കുറവാണ്. ഒരു ഡിസ്കോ ചെയിൻ പോലത്തെ ഒരു തിളക്കമൊക്കെ ഇതിന് വരുന്നുണ്ട്. അപ്പോൾ ഇത്രയാണ് ഇതിൻ്റെ ലെങ്ത് വരുന്നത്. ഒരു 17 ഇഞ്ചാണ് കേട്ടോ ഇതിൻ്റെ ലെങ്ത് വരുള്ളൂ, ബാക്ക് ചെയിനും കൂടെ കൂട്ടി. അപ്പോൾ ഡെയിലി യൂസിന് നമുക്ക് വെറുതെ കഴുത്തേലിട്ട് നടക്കാനൊക്കെ നല്ലൊരു ഓപ്ഷനാണ് ഈ ഒരു മാല. പിന്നെ കുട്ടികൾക്കാണെങ്കിലും ഇത് യൂസ് ചെയ്യാൻ പറ്റും, അധികം ഇറക്കം ഇല്ലാത്തതുകൊണ്ട് അവർക്കും ഡെയിലി യൂസിന് നല്ലൊരു മാലയാണ്. അപ്പോൾ ഈ ഒരു മാലയുടെ റേറ്റ് വരുന്നത് 450 രൂപയാണേ. അപ്പോൾ ശരിക്കും ഒത്തിരി വണ്ണമുള്ള കയർമാലയെക്കാളും കാണാൻ ഭംഗി ഇങ്ങനത്തെ വണ്ണം കുറഞ്ഞിട്ടുള്ള കയർമാല കാണാനാണ്. ഇതടുത്ത സിമ്പിൾ മാല. ഇപ്പോൾ സിമ്പിളാണേലും നല്ല ഭംഗിയുള്ള മാലയാണ്. അപ്പോൾ ഇതുണ്ട്, ചെയിനിലേക്ക് ഇടയ്ക്കോടെ ചെറിയ ഗോൾഡൻ ബോൾസ് ഒക്കെ വന്നിട്ടുണ്ട്. അപ്പോൾ ഒരു ഹാർട്ടിൻ്റെ പെൻഡൻ്റ് ആണ്, പക്ഷെ നമ്മൾ സാധാരണ കാണുന്നതിൽ നിന്നും ഡിഫറെൻ്റ് ആയിട്ട് ആ ഹാർട്ടിലേക്ക് ചെറിയ ഡിസൈൻ വന്നിട്ടുണ്ട്. അതുപോലെ ഈ പെൻഡൻ്റ് ഈ കുഴയുണ്ടല്ലോ, അതിൽ ചെറിയ വൈറ്റ് സ്റ്റോൺസ് ഒക്കെ പിടിപ്പിച്ചിട്ടുണ്ട്. അപ്പോൾ നല്ല ഭംഗിയുള്ളൊരു മാലയാണ്. ബാക്ക് ചെയിൻ അവൈലബിൾ ആണ്. ഈ ഒരു മാലയുടെ റേറ്റ് വരുന്നത് 450 രൂപ.
അതുപോലെ തന്നെ ഡെയിലി യൂസിന് പറ്റിയിട്ടുള്ള സ്നേക്ക് ചെയിൻ്റെ ചെറിയ മാല വന്നിട്ടുണ്ട്. അപ്പോൾ ഇതും ബാക്ക് ചെയിൻ ഉണ്ട്. ബാക്ക് ചെയിനോട് കൂടി ഒരു 17 ഇഞ്ചൊക്കെയാണ് ലെങ്ത് വരുന്നത്. അപ്പോൾ ഈ ഒരു മാല എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ കുട്ടികൾക്കാണെങ്കിലും ഡെയിലി യൂസിന് പറ്റിയിട്ടുള്ളതാണ്. ഇതിപ്പം ഇത്ര അടുത്ത് കാണിക്കുന്നതുകൊണ്ടാണ് കേട്ടോ കുറച്ച് വീതി തോന്നുന്നത്. അധികം വീതിയൊന്നുമില്ല, നോർമൽ സൈസിലുള്ള ഒരു മാലയാണിത്. ഈ മാലയുടെ റേറ്റ് വരുന്നത് 400 രൂപ. ഇനി നമുക്ക് സെറ്റ് ആയിട്ടുള്ള ഒരു മാല കണ്ടാലോ. മാലയുടെ കൂടെ തന്നെ മാച്ചിങ് ആയിട്ടുള്ള ഇയർ സ്റ്റഡ്സും കൂടെ വരുന്ന മോഡലാണ്. അപ്പോൾ ഫസ്റ്റ് വൺ വന്നിരിക്കുന്നത് ഇങ്ങനത്തെ ഗ്രീൻ സ്റ്റോൺസ് ഒക്കെ വെച്ചിട്ടുള്ള ഒരു മാലയാണ്. ഇതുണ്ട്, ചെയിൻ ആണെങ്കിലും വ്യത്യസ്തമാണ്. നമ്മൾ ഇത് കൂട്ട് ചെയിന് നേരത്തെ കൊണ്ടുവന്നിട്ടില്ല എന്ന് എനിക്ക് തോന്നുന്നത്. എല്ലാം സിമ്പിൾ ചെയിനൊക്കെ ആയിരുന്നല്ലോ. അപ്പോൾ ഇത് ചെയിൻ ആണെങ്കിലും അല്പം വലുപ്പമുണ്ട്. അതിലേക്ക് നല്ലൊരു പെൻഡന്റ് വന്നിട്ടുണ്ട്. ബാക്ക് ചെയിൻ അവൈലബിൾ ആണ്. മാല വരുന്നത് യെല്ലോ ഗോൾഡിലാണ്. അപ്പോൾ ഇതിന് മാച്ചായിട്ടുള്ള ഇയർ സ്റ്റഡ്സും ഇതിൻ്റെ കൂടെ വന്നിട്ടുണ്ട്. ഇതാണ് ഇതിൻ്റെ മാച്ചിങ് ഇയർ സ്റ്റഡ്സ് വരുന്നത്. അപ്പോൾ ഈ മാലയും കമ്മലും കൂടെ ഇതിൻ്റെ റേറ്റ് വരുന്നത് 650 രൂപയാണ്. അടുത്തതും മാല വിത്ത് ഇയർ സ്റ്റഡ്സ് ആണ് വരുന്നത്. അപ്പോൾ ഇതിൻ്റെ ഈ മാലയുടെ പെൻഡന്റ് വരുന്നത് ബ്ലാക്ക് സ്റ്റോൺ വെച്ചിട്ടാണ്. ചെറിയ ഡ്രോപ്സിൻ്റെ ഒരു ഡിസൈനിൽ ബ്ലാക്ക് സ്റ്റോണൊക്കെ വെച്ചിട്ടുള്ള ഒരു സിമ്പിൾ മാല. അപ്പോൾ ആ സെയിം പാറ്റേണിലുള്ള ഇയർ സ്റ്റഡ്സുമാണ് ഇതിൻ്റെ കൂടെ വന്നിരിക്കുന്നത്. പെൻഡന്റിൻ്റെ സെയിം മോഡലിലുള്ള ഇയർ സ്റ്റഡ്സ്. അപ്പോൾ ഇത് മാല വിത്ത് സ്റ്റഡ്സ് ഈ ഒരു പെയറിന് വരുന്നത് 560 രൂപ. അപ്പോൾ ഇങ്ങനെ പെയറായിട്ട് ഇന്ന് നമുക്ക് ബ്ലാക്കും വന്നിട്ടുണ്ട്, ഗ്രീനും വന്നിട്ടുണ്ട്. നല്ല അടിപൊളി സെറ്റ് അല്ലേ. അപ്പോൾ ഇന്ന് മാലയുടെ സെക്ഷൻ കഴിഞ്ഞു. ഇനി നമുക്ക് ബാങ്കിളും കൂടെ കാണാം. ഇതുണ്ടോ, പുതിയ മോഡൽ ബാങ്കിളാണ് വന്നിരിക്കുന്നത്. യെല്ലോ ഗോൾഡിൽ വന്നിരിക്കുന്നതാണ്. നല്ല ഭംഗിയുള്ള ഒരു ബാങ്കിളാണ്. ഇതുണ്ടോ, അതിൻ്റെ സ്റ്റോൺസ് വന്നിരിക്കുന്നത് വൈറ്റും ബ്ലാക്കുമാണ് വന്നിരിക്കുന്നത് കേട്ടോ. ഒരു സ്റ്റോൺസിൻ്റെ ചുറ്റിനും റോമൻ ന്യൂമറൽസിൻ്റെ ഒരു ഡിസൈനും കൂടെ വന്നിട്ടുണ്ട്. ക്ലിപ്പ് ബാങ്കിളാണ്, യെല്ലോ ഗോൾഡിലാണ് വരുന്നത്. .4 ആണ് ഈ ഒരു ബാങ്കിളിൻ്റെ സൈസ് വരുന്നത്. ഇപ്പോൾ 2.6 വരെയുള്ളവർക്ക് ഇത് നല്ല പാകമായിരിക്കും. 2.8കാർക്ക് ഒരു ഇങ്ങനെ ടൈറ്റായിട്ട് നമ്മൾ വാച്ച് കെട്ടുന്ന ഒരു രീതിയിൽ കിടക്കും. പക്ഷെ അങ്ങനെ കിടന്നാലും ഇത് നല്ല ഭംഗിയാണ്. ഇതിന് ഈ ഒരു ഡിസൈനൊക്കെ വരുന്നുണ്ട്. ചെറിയ റൗണ്ടിലുള്ള ഡിസൈനൊക്കെ ആണല്ലോ, അപ്പോൾ ഒരു വാച്ചിൻ്റെ ഡയൽ പോലെയൊക്കെ തോന്നും. അപ്പോൾ ഈ ഒരു വളയുടെ റേറ്റ് വരുന്ന 600 രൂപയാണ് കേട്ടോ. ഇനി അടുത്ത ഒരു മോഡൽ വന്നിരിക്കുന്നത് ഈവിൾ ഐയുടെ ഓപ്പൺ ബാങ്കിളാണ്. ഓപ്പൺ ബാങ്കിളാണ്. അപ്പോൾ ഇതും 2.8 സൈസ് ഉള്ളവർക്ക് വരെ യൂസ് ചെയ്യാനായിട്ട് പറ്റും. 2.5, 6, 7, 8 അങ്ങനെയുള്ളവർക്ക് യൂസ് ചെയ്യാൻ പറ്റിയിട്ടുള്ള ഒരു വലുപ്പമാണിത്. നല്ല ഭംഗിയുള്ള ഒരു വള. ഈ ഒരു വളയുടെ റേറ്റ് വരുന്നത് 490 രൂപയാണ് കേട്ടോ. ഇനി നമ്മുടെ അടുത്ത ബാങ്കിൾ ഇതും ഓപ്പൺ ബാങ്കിളാണ്. നല്ല അടിപൊളി ഒരു ബട്ടർഫ്ലൈ ഡിസൈൻ കേട്ടോ. ബ്ലാക്കും ഗോൾഡൂടെ ഡിസൈൻ വന്നപ്പം നല്ല ഭംഗിയുണ്ട് കാണാൻ. ഇത് നമ്മൾ ആദ്യം കാണിച്ച ആ ഒരു മാലയ്ക്ക് പെയർ ചെയ്യാനായിട്ട് നല്ലൊരു ബാങ്കിളാണ്. ആദ്യം കാണിച്ച ബട്ടർഫ്ലൈ ഡിസൈനിൽ വരുന്ന ഈ മാലയുടെ കൂടെ ഈ ബാങ്കിളും ചേരും. ഇത് സെയിം ഡിസൈൻ വരുന്നത് ബട്ടർഫ്ലൈ ഡിസൈൻ വരുന്നതുകൊണ്ട് ഈ ഒരു ബാങ്കിളും ഇതിൻ്റെ കൂടെ കോമ്പിനേഷനായിട്ട് പോകും. അപ്പോൾ ഈ ഒരു വളയുടെ റേറ്റ് വരുന്നത് 450 രൂപ കേട്ടോ. ഇപ്പോൾ ഓപ്പൺ ബാങ്കിളാണ്. 2.8 വരെയുള്ളവർക്ക് യൂസ് ചെയ്യാൻ പറ്റും. ഇനി അടുത്തത് വരുന്നത് ഒരു ഹാർട്ട് ഡിസൈനിലുള്ള ഓപ്പൺ ബാങ്കിളാണ്. ഇതിനും 450 രൂപയാണ് റേറ്റ് വരുന്നത് കേട്ടോ. നല്ല ഫിനിഷിംഗ് ഉള്ള ഒരു വളയാണ്. എല്ലാം നല്ല ഫിനിഷിംഗ് ഉള്ള വളകളാണ്. ഇതും 2.8 സൈസ് ഉള്ളവർക്ക് വരെ യൂസ് ചെയ്യാനായിട്ട് നല്ലൊരു ഓപ്ഷനാണ്. ഇനി അടുത്തത് ഒരു ഇയർ റിംഗ് ആണ് കാണിക്കുന്നത്. ഇതുപോലത്തെ വളയം കമ്മലയിലേക്ക് ഇതുപോലെ നീളത്തിലുള്ള ഒരു തൂക്കമൊക്കെ വരുന്നത്. ഇതിപ്പോൾ ഞാൻ ആ സെയിം ആണ് ഇപ്പോൾ ഇട്ടിരിക്കുന്നത്. നല്ല ഭംഗിയുണ്ടല്ലോ. അപ്പോൾ ഇത് നമ്മുടെ കഴിഞ്ഞ ദിവസത്തെ വീഡിയോയിലെ മാലയാണ്. അപ്പോൾ അതിൻ്റെ കൂടെയാണ് ഞാൻ അത് ഇട്ടിരിക്കുന്നത്. അപ്പോൾ രണ്ടും തമ്മിൽ നല്ല കോമ്പിനേഷനാണ്. അപ്പോൾ അതുപോലെ തന്നെ ഇപ്പം നമ്മൾ വീഡിയോയിൽ ഫസ്റ്റ് കാണിച്ച ഒരു മാലയുണ്ടല്ലോ, ഈ ഡബിൾ ലെയർ വരുന്നത്. അപ്പോൾ ഈ ഒരു മാലയുടെ കൂടെ ഇത് സ്യൂട്ടാകും.
രണ്ടിൻ്റെ ആ പെൻഡൻറ്റേലും ഈ കമ്മലേലും വരുന്ന മുത്ത് സെയിം ആണ് വരുന്നത്. അപ്പോൾ ഇത് രണ്ടും കൂടെ എടുത്തു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഒരു കോംബോ ആയിട്ട് യൂസ് ചെയ്യാനായിട്ട് പറ്റും. പിന്നെ ഈ കമ്മലുണ്ടല്ലോ, ഇത് ഡബിൾ ഓപ്ഷനാണ്, മൾട്ടിപർപ്പസ് ആണ്. ഇതിപ്പോൾ ഉണ്ടല്ലോ, ഈ ഒരു കമ്മലേന്ന് നമുക്ക് വേണമെങ്കിൽ ഈ ഡ്രോപ്സ് ഊരിയെടുക്കാം. എന്നിട്ട് ഇങ്ങനെ ജസ്റ്റ് വളയം കമ്മലായിട്ട് യൂസ് ചെയ്യാം. ആവശ്യമുള്ളപ്പോൾ മാത്രം നമുക്ക് ഇത് തിരിച്ചിട്ടാൽ മതി. അപ്പോൾ അങ്ങനെ ഒരു ഡബിൾ ഓപ്ഷനുള്ള ഒരു ഇയർ റിംഗ് ആണ്. അപ്പോൾ ഇത്രയും പ്രോഡക്റ്റാണ് ഇന്നത്തെ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. അപ്പോൾ ഇതിൽ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്ന പ്രോഡക്റ്റിൻ്റെ സ്ക്രീൻഷോട്ട് എടുത്ത് വീഡിയോയിൽ തന്നിരിക്കുന്ന വാട്സപ്പ് നമ്പറിലേക്ക് മെസ്സേജ് അയച്ചോളൂ.